മെനഞ്ഞാന്നൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ അവര് ഇതാ വരുന്നെന്ന് പറഞ്ഞാൽ വരത്തില്ല. കറണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം പോയിട്ടേ ഇല്ല. ഇപ്പൊ ഈ അടുത്ത സമയം മുതൽ ഇല്ല ഈ സാധനം. വിളിച്ചാൽ റിസീവർ മാറ്റി അവര് വെച്ചേക്കും. അവര് എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കാതെ റിസീവർ മാറ്റി വെച്ചാൽ അങ്ങനെ ഫോൺ എടുക്കുന്നു. കുറെ നാളുകൊണ്ടേ ഉണ്ട്. മഴ മാനത്ത് കണ്ട അപ്പോഴേ കറണ്ട് പോവുക. അവിടെ കറണ്ട് ബില്ലിനാണെങ്കിൽ ഒരു കുറവുമില്ല. 2500 രൂപ 3000 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുക. മൊത്തം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ പണി അടക്കിയല്ല, ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കറണ്ടില്ലെങ്കിൽ പണി അടക്കിയല്ല. രാവിലെ വന്ന് കറണ്ടില്ല, കൂടെ കറണ്ട് അങ്ങ് പോവുക. ഇപ്പൊ ഞങ്ങൾ കുറെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് പിന്നെ ഈ ബാറ്ററിയുടെ ഉള്ളതുകൊണ്ടാണ്. അതും അത് 1 മണിക്കൂർ 2 മണിക്കൂറിലധികം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പൊ എന്തുവാ കറണ്ട് കട്ടായി സമയങ്ങൾ കട്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ ഒരേ സമയമാകുമ്പോൾ വൈകിട്ട് ബുദ്ധിമുട്ട്. നമസ്കാരം, നമ്മൾ നിൽക്കുന്നത് തടിക്കാടാണ്. തടിക്കാട് പ്രദേശത്ത് നിരവധി പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതീകരണം ഇല്ല എന്നും വൈദ്യുതി കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ്. അതേപോലെ പരാതിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അധികാരികളെ അറിയിക്കുകയാണെങ്കിൽ കൂടിയും അവർ അതിനുവേണ്ട യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ള മറ്റൊരു പരാതി കൂടിയുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ വൈദ്യുതീകരിച്ചിരിക്കുക അല്ലെങ്കിൽ വൈദ്യുതി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫോമറുകളൊന്ന് പരിശോധനയ്ക്കായി വിധേയമാക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാട് കയറുന്ന ഒരവസ്ഥയിലാണ്. മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാട് കയറിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ആ കാട് വെട്ടിമാറ്റാനുള്ള അധികാരമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദ്യുതി ബോർഡിൽ അഞ്ചൽ പ്രദേശത്ത് മാത്രം ഏകദേശം 11ഓളം സ്ഥിര അംഗങ്ങളുള്ള ഒരു തൊഴിലാളികളുള്ള ഒരു വൈദ്യുതി മേഖലയിൽ ഈ വൈദ്യുതി ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ് ഇന്നും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടർച്ചയായി മഴ പെയ്യുകയാണ്. വ്യാപാരികൾക്കും നിരവധി മേഖല, ഇവിടെ ആശുപത്രികളുണ്ട്, അതുപോലെ വ്യാപാരികൾ ഉണ്ട്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലകളുണ്ട്. ഇവർക്കെല്ലാം വളരെ അവരുടെ ജോലി ബുദ്ധിമുട്ടാകുന്ന നിലയിലേക്കാണ് മാറുന്നത്. ഈ പരാതി ഇനി ഏതെങ്കിലും ഒരു വ്യാപാരി അവരെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഉള്ളത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോഴും മഴയുടെ കാലവർഷത്തിന്റെ തുടക്കമെന്നോണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല മേഖലകളിലും വൈദ്യുതി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമുക്ക് വ്യാപാരികൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. 2-3 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടത്? അത് കറണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുക. കുറച്ചൊരു ചിലപ്പം ഇന്നലെ കുറെ സമയം കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്? കാര്യം വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മള് എന്തെങ്കിലും കച്ചവടം നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ല. കാര്യം കറണ്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആരും ഇറങ്ങത്തുമില്ല, വരുത്തുമില്ല, എടുക്കത്തുമില്ല. ഇത് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാതായിട്ട് എത്ര നാളായിട്ടുണ്ട്? ഇത് ഇപ്പൊ ഈ മഴയ്ക്ക് മുന്നേ, ഈ മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതായിട്ട് ഉള്ളത്. പേരെന്താ? രവി. ഷെരീഫ്. മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത്. എന്താ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ പേര്? മൊത്തം ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ പണി അടക്കിയല്ല, ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കറണ്ടില്ലെങ്കിൽ പണി അടക്കിയല്ല. രാവിലെ വന്ന് കറണ്ടില്ല, കൂടെ കറണ്ട് അങ്ങ് പോവുക. കറണ്ടെല്ലാം ബുദ്ധിമുട്ടാണ്, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാണ്. പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. രാത്രി വീട്ടിൽ കറണ്ടില്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇല്ലാത്തപ്പോൾ നിങ്ങൾ വിളിച്ചവരെ അറിയിക്കാറുണ്ടോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? മിക്കവാറും അവരെ വിളിക്കാറുണ്ട്. കറണ്ടില്ലെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. മറുപടി ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ വരുമെന്ന് പറയുന്നുണ്ട്. അതെന്ത് പറയുന്നത്? എത്ര ദിവസമായിട്ട് ഈ ഒരു അവസ്ഥ ഇപ്പൊ ആഴ്ച കൊണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ കറണ്ട് പോയി വന്നും നിൽക്കുക. അതുകൊണ്ട് തന്നെ പണിയൊന്നും നടക്കുന്നില്ല. പണി നടക്കുന്നുമില്ല. എങ്കിൽ കൂടിയും വെസ്റ്റ് മേഖലയിലുള്ള വൈദ്യുതി ബോർഡിന്റെ വെസ്റ്റ് മേഖലയിലെ സ്ഥിര ഉദ്യോഗസ്ഥരായ 11 പേരും താൽക്കാലിക ജീവനക്കാരും ഉള്ള ഈ വെസ്റ്റ് മേഖല ഇതുവരെ അതിനുവേണ്ട ടെൻഡർ എടുത്ത് കാട് വൃത്തിയാക്കുന്നതിനോ മെയിൻ്റനൻസ് നടത്തുന്നതിനോ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ചേട്ടാ, നിങ്ങൾ വിളിച്ചു ചോദിക്കുക, അങ്ങനെ വിളിച്ചു ചോദിക്കുക, എന്താ പ്രശ്നമൊന്നുമല്ല അവർ പറയാറുണ്ടോ? ഇന്നൊന്നും വിളിച്ചില്ല. മെനഞ്ഞാന്നൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ അവര് ഇതാ വരുന്നെന്ന് പറഞ്ഞാൽ വരത്തില്ല. അഞ്ചക്കാരാണ്, സ്ഥിരം വരുമെന്നാ പറയുന്നത്. ചേട്ടാ പേരെന്താ? റഹീം. ഒരു ദിവസം എത്ര പ്രാവശ്യം കറണ്ട് പോകും? 10-20 പ്രാവശ്യം പോകും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാ? പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. വെള്ളമില്ല, ആട്ടാൻ ഒക്കുന്നില്ല, വെട്ടമില്ല. ചേട്ടാ ഹോട്ടൽ നടത്തുന്ന ആളല്ലേ, അപ്പോ അരിയാട്ടാനും വെള്ളവും ഇതൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. നിരന്തരമായിട്ട് ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ? ഒരാഴ്ച കൊണ്ട് നിരന്തരം പോകുന്നു. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വന്നും പോയി നിൽക്കാൻ. ഇത് പരാതി വിളിച്ചു പറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിളിച്ചു വയ്ക്കാൻ പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പൊതുപ്രവർത്തകരായി തന്നെ ആരും തന്നെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കോട്ടെ, ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ള സങ്കടവും നമ്മൾ പങ്കുവെക്കുകയാണ്. നമസ്കാരം. നമസ്കാരം.
ജാഫർഖാൻ. ജാഫറേട്ട കുറച്ച് ദിവസമായിട്ട് കറണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ അറിയുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ ബേക്കറി നടത്തുന്നവർ? 5 മിനിറ്റ് പൊക്കോണ്ടിരിക്കുക. കറണ്ട് ഇല്ല, അത് മാത്രം പറയാം. വളരെ ദയനീയ അവസ്ഥയാണ്. ഫ്രീസറിലെ സാധനങ്ങളൊക്കെ എല്ലാം കംപ്ലൈന്റാ. പാല് കംപ്ലൈന്റാ, അങ്ങനെ ഓരോ സാധനങ്ങളും കംപ്ലൈന്റാ. ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കമ്പനി റിട്ടേൺ എടുക്കില്ലല്ലോ. ഇല്ല, നമ്മൾ സഹിക്കണം. അതല്ല അപ്പൊ നഷ്ടം തന്നെയാണ് എന്നാണോ? പക്ഷെ തന്നെ ഇത് പരാതി അടുത്ത സമയം പോലെ നമ്മളെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ബെസ്റ്റ് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ സൂപ്പറായിരുന്നു. അന്ന് കറണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം പോയിട്ടേ ഇല്ല. ഇപ്പൊ ഈ അടുത്ത സമയം പോലെ ഇല്ല ഈ സാധനം. വിളിച്ചാൽ റിസീവർ മാറ്റി അവർ വെച്ചേക്കും. അവർ എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കാൻ റിസീവർ മാറ്റി വെച്ചാൽ അങ്ങനെ ഫോൺ എടുക്കുന്നു. അതൊക്കെയാണ് വിഷയങ്ങൾ. വലിയ ദയനീയാവസ്ഥ. കറണ്ട് ഒരു ദിവസം എത്ര തവണയൊക്കെ പോകുന്നു? അപ്പൊ തന്നെ ഇന്ന് രാവിലെ ആയിട്ട് ഒരു 15 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇത്രയും സമയമായുള്ളൂ, 2 മണി സമയമായി. പിന്നെ ഇറക്കിയ പാലടക്കമുള്ള സാധനങ്ങൾ എല്ലാത്തിനും കംപ്ലൈന്റ്. എന്ത് ചെയ്യാൻ? കച്ചവടവും നടക്കില്ല. സ്വന്തം നടക്കാന്ന് പറഞ്ഞാൽ ആളുകൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ പരാതിയല്ലേ നമ്മളുടെ പറയുന്നത്. ഇത് 2025 കാലഘട്ടം, ശിലായുഗ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം. വേറൊന്നും കൊണ്ടല്ല, വൈദ്യുതി മേഖലയെ എത്രത്തോളം താറുമാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥ രീതിയാണ്. ഇത് നമ്മൾക്ക് അറിയാവുന്നത് വർഷം തോറും വൈദ്യുതി മേഖലകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിലുള്ള ടെൻഡർ, കാട് വെട്ടുവാനുള്ള ടെൻഡർ കൊടുക്കേണ്ട നടപടി കൂടിയുണ്ട്. അതും ഇതുവരെ നടന്നിട്ടില്ല. മെയിൻ്റനൻസ് നടന്നിട്ടില്ല. നമ്മൾ നിൽക്കുന്ന ഈ തടിക്കാട് പ്രദേശത്തെ വിവിധ മേഖലകളെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ എല്ലാ ട്രാൻസ്ഫോമറുകൾക്കും ചുറ്റുപറ്റി കാടും അതുമായ ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. കലാലയ ജീവിതം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പലതവണ അധികാരികൾക്ക് ബോധ്യമായിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ അനാസ്ഥ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സമയങ്ങളിലും മുൻകാല പ്രാബല്യങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളുടെ ഒരു വിഭാഗമാണ് വൈദ്യുതി ബോർഡ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പേരെന്ത്? ഷാനവാസ്. ഇപ്പൊ എത്രത്തോളം ബുദ്ധിമുട്ട്, വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു? കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പൊതുവില് മാർക്കറ്റിൽ ജനം വരത്തില്ല, എല്ലാം വീട്ടിൽ ഒതുങ്ങി കൂടത്തേ ഉള്ളൂ. നമുക്ക് വൈകിട്ടൊക്കെയാണ് കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമ്മളെ ഡെയിലി ഫ്രഷ് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. പാല്, പഴം, അതേപോലുള്ള ഫ്രൂട്ട്സ്. അതിൻ്റെ കച്ചവടത്തിന് വലിയ ഒരു പ്രശ്നം വരും. ഈ ഡെയിലി ഫ്രഷ് സാധനം നമ്മള് കറണ്ട് ഇല്ലാതെ വരുവാണെങ്കിൽ അത് ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കേടുവരും. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. ആ കേടുവരുന്ന സാധനം പിന്നെ കമ്പനി തിരിച്ചെടുക്കുകയില്ല. ഡീസലിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8 മണിക്കൂർ, 7 മണിക്കൂർ, 5 മണിക്കൂർ വരെയൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. അതിൽ കൂടുതൽ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, എല്ലാം മെൽറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ ഒരു പ്രവണത എത്ര നാളായി ഇങ്ങനെ ഒരു വൈദ്യുതി? മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേ കറണ്ട് പോകുന്നൊരു അവസ്ഥയാണല്ലോ ഇപ്പം ഉള്ളത്. പേരെന്താ? ജെയ്സൺ. കുറച്ച് ദിവസങ്ങളായിട്ട് കറണ്ടിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രദേശത്ത്. എത്രത്തോളം ജെയ്സൺ അനുഭവിക്കുന്നു? ഉണ്ട്. എത്രത്തോളമാണ്? കറണ്ട് നല്ല രീതിയിൽ നമുക്ക് മഴ അങ്ങോട്ട് ചാറി കഴിഞ്ഞാൽ അപ്പോഴേ കറണ്ട് ഇല്ല. പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ഒരു അവസ്ഥ എത്ര നാളായി? ഇപ്പം കുറേ നാളുകൊണ്ടേ ഉണ്ട്. മഴ മാനത്ത് കണ്ട അപ്പോഴേ കറണ്ട് പോവുക. അവിടെ കറണ്ട് ബില്ലാണെങ്കിൽ ഒരു കുറവുമില്ല. 2500 രൂപ 3000 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ഈ മരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. മരങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് കിടക്കുന്നതൊക്കെ ഈ മഴയ്ക്ക് മുമ്പേ മുറിച്ചു മാറ്റാത്തത് കൊണ്ടും ചെറിയ കമ്പുകൾ മാത്രം ഇവർ വന്ന് വെട്ടിക്കളയുക. വലിയ മരങ്ങളൊന്നും പുരയിടക്കാരടുത്ത് പറഞ്ഞ് ഇത് മുറിച്ചു മാറ്റാത്ത പ്രധാന കാരണം മഴ അങ്ങോട്ട് കാണുമ്പോഴേ ഒരു മഴ ഒടിഞ്ഞു വീഴുമ്പോഴേ കറണ്ട് അങ്ങ് പോകും. സാധാരണക്കാർക്ക് മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും വെച്ച് വൈദ്യുതിക്ക് ചാർജ് വർധനവ് കൊണ്ടുവരുന്ന സർക്കാർ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാസത്തിൽ ബില്ലടയ്ക്കാൻ ഒന്ന് വൈകിയാൽ, ഒരു ദിവസം വൈകിയാൽ, 2 ദിവസം വൈകിയാൽ ഉടൻ തന്നെ ഫീസ് കൂരുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. എന്നാൽ ഇനി ഏകദേശം എവിടുന്നെങ്കിലും സാധാരണക്കാരൻ ആ ബില്ല് അടച്ചു എന്നിരിക്കട്ടെ, പണം കണ്ടെത്തി ബില്ല് അടച്ചു എന്നിരിക്കട്ടെ, അത് ആ ഫീസ് തിരിച്ചു കെട്ടുന്നതിന് അവർക്ക് വരുന്നതിനുള്ള ചാർജ് കൂടി കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. മനസ്സിലാക്കണം, കേരളം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ കാണുന്ന അഴിമതിയും അരാജകവുമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തടിക്കാടാണ്. തടിക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുമ്പുള്ള ട്രാൻസ്ഫോമറിന് സമീപമുള്ള ഒരു വൈദ്യുതി പോസ്റ്റിനടുത്താണ്. ഈ പോസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ പട്ടാപ്പകലും തെരുവിളക്കുകൾ കത്തി നിൽക്കുകയാണ്. എന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു തടിക്കാട് പ്രദേശത്തുള്ളവർക്ക് പകൽ സമയം കാഴ്ച കുറവ് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പട്ടാപ്പകല് തെരുവിളക്കുകൾ കത്തിച്ച് നൽകുന്ന ഒരവസ്ഥ. നമ്മൾ മറ്റൊന്ന് കാണേണ്ടതാണ്, നമ്മൾ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപമുള്ള
ട്രാൻസ്ഫോമറാണ്. നമുക്ക് ആ ട്രാൻസ്ഫോമറിന് മുമ്പിലും ഇതുപോലുള്ള കാട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതിലേക്കുള്ള പോസ്റ്റുകളിലേക്കും ചെറിയ തോതിലാണെങ്കിൽ കൂടിയും വള്ളികൾ പടർന്ന് ഷോർട്ട് ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലുമുള്ള ട്രാൻസ്ഫോമറുകളിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് കണ്ടാൽ കാണാൻ കഴിയാം പല മെയിൻ ഷോട്ടുകളിലേക്കും എല്ലാം ഈ വള്ളികൾ പടർന്നു കയറുന്ന ഒരു അവസ്ഥയാണ്. ഇതുവരെ മെയിൻ്റെനൻസ് നടത്തിയിട്ടില്ല. നാട്ടുകാരുടെ പ്രതിഷേധവും അവരുടെ പരാതികളും നിങ്ങൾ കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കാലവർഷം ശക്തമാകുന്ന അവസ്ഥയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം നമുക്ക് നൽകിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തെക്കൻ മേഖല അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മഴ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ അപകടം സുനിശ്ചിതമാകുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇത് എത്രയും പെട്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്ത് നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ പൊതുജനങ്ങൾ സമരവുമായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുള്ള പ്രതിഷേധവും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ള കാര്യവും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരു വലിയ ദുരന്തം നമ്മൾ നേരിടേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തെ ഏറ്റെടുത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് 4 കേരള ടീം